പൂരന്നു ഞാൻ നിന്നെ സ്തുതിച്ചിടും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 35 സങ്കീർത്തനം 25 വാക്യം. അവർ തങ്ങളുടെ ഹൃദയത്തിൽ നന്നായി ഞങ്ങളുടെ ആഗ്രഹം സാധിച്ചു എന്ന് പറയരുത്, ഞങ്ങൾ അവനെ വിഴുങ്ങിക്കളഞ്ഞു എന്നും പറയരുത്. തൻ്റെ ശത്രുക്കൾക്കെതിരെ സംരക്ഷണത്തിനും ന്യായീകരണത്തിനുമായി ദാവീദ് ദൈവത്തോട് അപേക്ഷിക്കുന്നു. അവൻ അവരുടെ ദുരുദ്ദേശത്തെ അംഗീകരിക്കുകയും അവരുടെ പദ്ധതികളെ പരാജയപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ ഇടപെടൽ തേടുകയും ചെയ്യുന്നു. ദൈവം ഒടുവിൽ തന്നെ ന്യായീകരിക്കുമെന്നും തന്നെ എതിർക്കുന്നവർ ലജ്ജിക്കപ്പെടുമെന്നും ദാവീദിൻ്റെ ആത്മവിശ്വാസം ഈ വാക്യത്തിൽ പ്രകടമാകുന്നു. ദുഷ്ടന്മാർക്കെതിരെ നീതിമാന്മാരെ സംരക്ഷിക്കുന്നതിൽ ദൈവത്തിൻ്റെ നീതിയുടെ പ്രാധാന്യം ഈ വാക്യം എടുത്തു കാണിക്കുന്നുണ്ട്. അഹങ്കാരവും ദുഷ്ടതയും ഒരുവനെ എങ്ങനെ പതനത്തിലേക്ക് അപമാനത്തിലേക്കും നയിക്കുമെന്നും ഈ വാക്യം വിരൽ ചൂണ്ടുന്നു. പ്രതികൂല സാഹചര്യങ്ങൾ ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുവാനും ദൈവത്തിൻ്റെ ഇടപെടൽ തേടുന്നതിൽ പ്രാർത്ഥനയുടെ ശക്തി തിരിച്ചറിയുവാനും ഈ വാക്യം നമ്മെ വെല്ലുവിളിക്കുന്നു. പ്രിയ സ്നേഹിതരെ, ശത്രുക്കൾ നമ്മെ തകർക്കുവാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തിയിൽ ശരണപ്പെടുവാനും പ്രാർത്ഥനയിലൂടെ നമ്മുടെ ആത്മീയ ജീവിതത്തെ ശക്തിപ്പെടുത്തുവാനും ഈ നാളുകൾ നമുക്ക് സാധ്യമായി തീരട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, പ്രതിസന്ധികളിൽ തളരാതെ നിലനിൽക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.